അവർ നേരിട്ട് വന്ന് പറഞ്ഞാണ്. ഇപ്പൊ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മന്ത്രിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ചില പ്രസ്താവനകളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടല്ലോ. അതിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. എന്ത് പ്രസ്താവനകൾ ആര് നടത്തിയാലും ആരോഗ്യമന്ത്രിക്ക് ഇതിനകത്തുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മലയാളം മനസ്സിലാകുന്ന ആർക്കും ആ പ്രസ്താവന കണ്ട ആളുകൾക്ക് എല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അത് ഡിവൈഎഫ്ഐ അല്ല, ഇനി ആര് വന്ന് ചെറുത്താലും ആ ചെറുത്തുനിൽപ്പിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും. ഈ മിന്നൽ സമരം കൊണ്ട് ഉദ്ദേശിച്ച കരിങ്കൊടി പ്രയോഗമാണ്. പല സമരങ്ങളുണ്ടാവും. ഇപ്പോൾ മുൻകൂട്ടി മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ ചൊവ്വാഴ്ചത്തെ സമരം നമ്മളിപ്പോൾ പ്രസ്താവന നടത്തിയിട്ടാണ് സമരം നടത്തുന്നത്. അങ്ങനെ പ്രസ്താവന നടത്താത്ത സമരങ്ങളുണ്ടാവും. തിങ്കളാഴ്ച സമരാഗ്നി, ചൊവ്വാഴ്ച സമരാഗ്നി ഉണ്ടാവും. നാളെ വേറെ സമരങ്ങളുണ്ട്. ആ സമരങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. സമരവുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഡിഎഫ്ഐ പ്രതിരോധിക്കുമെന്ന് പറയുന്നുണ്ട്. തെരുവുകളിൽ അക്രമാസക്തമാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അക്രമാസക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കീഴ്വഴക്കമല്ല. അത് ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ ചെയ്യുന്നതാണ്. ബസ്സുകൾ കത്തിക്കലും എന്തെല്ലാം അക്രമങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് അവർ ഇത്രയും കാലമായി നടത്തിയത്. അത്തരം സമരങ്ങളുടെ ഒരു രീതി ഞങ്ങൾക്കില്ല. അതേസമയത്ത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ ഇവരുടെ ഈ ധിക്കാരത്തിനുള്ള ചെറുക്കലുമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാവും. ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു മന്ത്രി. പോലീസ് ഒന്നുമില്ല, CPM-കാർ തന്നെയാണ് പിന്തുണച്ച് പോയതെന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഒരാളെയും കണ്ടില്ല അവിടെ മുദ്രാവാക്യം വിളിക്കാൻ പോലും. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും പാർട്ടി ഉണ്ടാവും കൂടെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവര് പിന്നെ കൊല്ലപ്പെട്ട സമയത്ത് ആ കുടുംബത്തിന് ആദ്യം ധനസഹായം കൊടുക്കാൻ വേണ്ടി തയ്യാറായത് ആരാ? UDFന്റെ MLA ആണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് അവർക്ക് 5 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചത്. അതൊന്നും പരിഹാരമാണ് എന്ന അർത്ഥത്തിലല്ല. കുടുംബത്തിന്റെ കൂടെ UDF നിന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ്, മുനവർലി ശിഹാബ് തങ്ങളൊക്കെ ആ വീട്ടിലെത്തിയ കുടുംബത്തിന്റെ കൂടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് UDF ആയതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് അവരുടെ വീട്ടിൽ പോകാൻ കഴിഞ്ഞത്. ഇത് UDF എങ്ങാനും ഭരണപക്ഷത്തും UDFിലെ ഒരു ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അക്രമാസക്തമായ സമരമായിരിക്കും ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ നടത്തുക. അത് ഞങ്ങളുടെ മാന്യത, ഞങ്ങളുടെ മര്യാദ. പക്ഷേ മരണ വീട്ടിൽ പോകുന്നതിനെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷെ അവർ പോകുമ്പോൾ അവർ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം. അവർ അങ്ങനെ പോകുമ്പോൾ ഈ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് ആരോഗ്യമന്ത്രി സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്നിപ്പോ ബിന്ദുവിന്റെ ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ല, ഒരു അപകടം എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങളെല്ലാം കിട്ടി എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷം ഇത്തരത്തിൽ സമരം നടത്തുന്നതിനോട് കാര്യമുണ്ടോ? അവർക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. ആ പിതാവും അവരുടെ ഭർത്താവും അല്ലെങ്കിൽ അവർ മക്കളെന്നൊക്കെ പറയുന്ന ഒരു അമ്മ അല്ലെ ഒരു ഭാര്യ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ പറയാൻ കഴിയും. അത് അവരുടെ വിശാല മനസ്കഥ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ആ സമയത്ത് പറയേണ്ട ഒരു പ്രതികരണം. അവരല്ലാതെ മന്ത്രി രാജിവെക്കണം എന്നൊരു പ്രസ്താവന നടത്തേണ്ട ആളുകളല്ലല്ലോ അവർ. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് തൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്ന ഒരു ചിന്തയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അല്ലാതെ അതൊരു അവസരമാക്കി എടുക്കുകയല്ല വേണ്ടത്. കുടുംബത്തിന് ഇപ്പോഴും